വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ തൃശൂർ വിയൂർ ജയിൽ റിമാൻഡിൽ കഴിയുന്ന യൂട്യൂബർ മണവാളിന്റെ മുടിമുറിച്ച സംഭവത്തിൽ ജയിൽ അധികൃതർക്കെതിരെ കുടുംബം രംഗത്ത്. മകനെ ക്രൂരമായി മർദ്ദിച്ചതിന് ശേഷമാണ് മകന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് മുടിമുറിച്ചതെന്ന് മണവാളൻ തങ്ങളോട് പറഞ്ഞതായി മാതാപിതാക്കൾ പറയുന്നു. മറ്റു പ്രതികളെ കൊണ്ട് 3 തവണ മുഹമ്മദ് ഷഹീൻ ഷായെ മർദ്ദിക്കാൻ ജയിൽ വകുപ്പ് അധികൃതർ ശ്രമിച്ചുവെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ കാറിടിപ്പിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന കേസിൽ തൃശൂർ ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് യൂട്യൂബർ മണവാളന്റെ മുടി ജയിലധികൃതർ മുറിച്ചു മാറ്റിയത്. മുടി മുറിച്ചു മാറ്റിയതോടെ മാനസികാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട മുഹമ്മദ് ഷാഹിൻ ഷായെ തൃശൂരിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. സംഭവത്തിലാണ് ജയിലധികൃതർക്കെതിരെ ഗുരുതരാരോപണവുമായി കുടുംബം രംഗത്തെത്തുന്നത്. കാണാൻ പോയ സമയത്ത് അവന് വരുന്നത് കരഞ്ഞോണ്ടാണ്. ഉമ്മ മുടി മുറിച്ചു ഉമ്മാന്നും പറഞ്ഞിട്ടാണ് കരഞ്ഞോണ്ട് വരുന്നത്. അവനെ ഞങ്ങൾ സമാധാനിപ്പിച്ചതിന് ശേഷം ചോദിക്കുണ്ടായത് എന്തുണ്ടായി മോനെയാണ്. അപ്പോഴാണ് മോൻ പറയുന്നത് അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് 2 ആള് വേറെ ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് അവന്റെ മുടി മുറിക്കുന്നതും താടി മീശൊക്കെ മുറിക്കുന്നത്. ജയിലിനകത്ത് പ്രതികളെ കൊണ്ട് മകനെ മർദ്ദിപ്പിക്കാൻ 3 തവണ ശ്രമമുണ്ടായെന്നും കുടുംബം. മകനെ ഭ്രാന്തനാണെന്ന് ചിത്രീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. മുടി മുറിച്ചതിന് ശേഷം മകൻ മാനസിക വിഷമത്തിലാണെന്നും മനഃപൂർവ്വം മകനെ ഭ്രാന്തനെന്ന് ചിത്രീകരിക്കാൻ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചതാണെന്നും മാതാപിതാക്കൾ ആരോപിച്ചു. ജയിലിനു മുൻപിൽ റീൽസ് ചിത്രീകരിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ജയിൽ ജീവനക്കാരനായ നിക്സണും കണ്ടാലറിയാവുന്ന മറ്റു 2 ജീവനക്കാരും മകനോട് വൈരാഗ്യബുദ്ധിയോടുകൂടി പെരുമാറിയതെന്നും മണവാളന്റെ കുടുംബം ആരോപിച്ചു. സംഭവത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട മണവാളന്റെ മാതാവ് റായിഷ കോടതിയിലും മുഖ്യമന്ത്രിക്കും ജയിൽ വകുപ്പ് മേധാവി, സംസ്ഥാന പോലീസ് മേധാവി എന്നിവർക്കുൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. 24 തൃശൂർ. ചിരിച്ചാർത്തുല്ലസിച്ച് ജയിൽ സെല്ലിലേക്ക് കയറിയ മണവാളിന് ഇപ്പോൾ അത്ര ഉല്ലാസമില്ല. ജയിലാണെന്ന തിരിച്ചറിവ് ഉണ്ടായി കാണും. എന്തായാലും ആരോപണങ്ങളിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്.